എന്റെ പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിയാനുള്ള അവസരമാണ് ഈ നിമിഷം. കോടിക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ ഈ നിർണായക കാലഘട്ടം മിസ് ചെയ്യുകയാണ്. അവർ അറിയാതെ തെറ്റായ ആളുകളെ വിശ്വസിക്കുകയും വിനാശകരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഈ സത്യം ഇന്നത്തെ വീഡിയോ കാരണം ആദ്യമായി അറിയാൻ പോകുകയാണ്. മേഡം രാശിയിൽ ജനിച്ച നിങ്ങൾക്കായി പ്രപഞ്ചം ഇന്ന് വലിയ മുന്നറിയിപ്പ് നിർത്തിവച്ചിരിക്കുന്നു. നിങ്ങളുടെ ജന്മനക്ഷത്രം നിങ്ങളെ നോക്കി ഉണ്ണി തിരിയുകയാണ്. ഗ്രഹങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. എന്നാൽ ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുള്ളവരിൽ ആരെ വിശ്വസിക്കുന്നുവോ അത് വളരെ ശ്രദ്ധയോടെ വിചാരിക്കേണ്ടതുണ്ട്. അരുണോദയത്തിന് മുന്നിലായി പ്രപഞ്ചത്തിന്റെ കണ്ണ് നിങ്ങളുടെ കർമ്മത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. മേഡം രാശിയിലെ നിങ്ങൾ വളരെ ധൈര്യമുള്ള, വളരെ ജാഗ്രതയുള്ള, വളരെ സ്വതന്ത്രമായ ചിന്തകളുള്ള ആളുകളാണ്. പക്ഷേ ഈ ഗുണമേ തന്നെ നിങ്ങളുടെ ദൗർബല്യം ആയിത്തീരുന്ന സമയം ഇതിനകം തന്നെ വന്നുകഴിഞ്ഞിരിക്കുന്നു. ഗുരു നക്ഷത്രം നിങ്ങളെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ചിലരെ അത്യധികം വിശ്വസിക്കാൻ തുടങ്ങിയത്. അത് നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹു കൂടാതെ കേതുവും നിങ്ങളുടെ പാതയിലേക്ക് ഗതാഗതം കുറിച്ചിരിക്കുന്നു. ചന്ദ്രനും നിങ്ങളുടെ നിയതി പരിമിത ചെയ്തിരിക്കുന്നു. ശനി നിങ്ങളുടെ നിരീക്ഷണത്തിനായി പ്രതുത നിൽക്കുകയാണ്. ഈ കൊടുങ്കാറ്റിന്റെ നടുവിലാണ് നിങ്ങളെ ഒരു വലിയ ഫെറാൻസ് നിങ്ങളുടെ ദിശയിലേക്ക് കൈനീട്ടിയിരിക്കുന്നത്. അയാൾ നിങ്ങളുടെ വിശ്വസ്ത സുഹൃത്തായി കാണപ്പെടുന്നു. അയാൾ നിങ്ങളുടെ ജീവനിലെ ഒരു വലിയ നേതാവായി നിൽക്കുന്നു. കാണുന്നതിന് അയാൾ വളരെ നേരായി കാണപ്പെടുന്നു. പക്ഷേ മേഡം രാശിയിലെ കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വലിയ ആളെ ഇന്ന് അവിശ്വസനീയമായ വിശ്വാസിക്കരുത്. നിങ്ങളുടെ പിതാമഹൻ ഇത് അറിയാമായിരുന്നു. നിങ്ങളുടെ കുലദേവതയും ഇത് സൂക്ഷ്മമായി കാണിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിങ്ങൾ വളരെ തിരക്കിലാണ്. നിങ്ങൾ വളരെ സമർപ്പിതനാണ്. നിങ്ങൾ വളരെ ഏകാഗ്രമായ ബുദ്ധിയുള്ള ആളാണ്. ഈ കാരണത്താലാണ് നിങ്ങൾ ഇത് കാണുന്നില്ലെന്ന് കോടിക്കണക്കിനായ ജ്ഞാനികൾ സമ്മതിക്കുന്നത്. നിങ്ങളുടെ അധ്യാത്മശക്തി ഇതിനെതിരെ കരുതിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സാധാരണ ഇന്ദ്രിയങ്ങൾ അതിനെ മാറ്റിവെച്ച് കളയുന്നു. ഇതാണ് കയ്യപ്പിഴവ്. ഇതാണ് ഭാഗ്യത്തിന്റെ കളി. നിങ്ങളുടെ മേഡം രാശിയുടെ കർമ്മശക്തി നിങ്ങളെ ഈ നിമിഷത്തിൽ സാവധാനം കെട്ടിപ്പടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്കുണ്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ അനുഭവിച്ച എല്ലാ ചേതനതയും ഈ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് എഴുതിയാകുന്നു. നിങ്ങളുടെ കുലദേവത, നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ ദർശനം, ആരെ വേണമെങ്കിലും എഴുതിയാൽ ഈ വീഡിയോയ്ക്കുണ്ട് ഒരു അദൃശ്യ ശക്തി. ഒന്നാമായി ഈ വിഷയത്ത് നിങ്ങളുടെ സമ്പൂർണ്ണ അഭിപ്രായ വിനിമയം കമന്റിൽ പങ്കിടുക. കൃഷ്ണൻ ഉണ്ട്, പാർവതി ഉണ്ട്, ദേവിമാതാ ഉണ്ട്. എല്ലാവരും നിങ്ങളെ സാക്ഷികളായി കാണിരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു പ്രമേയ ലൈക്ക് കൊടുക്കുക. ഈ നിമിഷത്തിൽ 1 കോടി കൃതജ്ഞത ജാഗ്രതയുള്ള ആളുകളുടെ നിർദ്ദേശനയിലേക്ക് പ്രവേശിക്കൂ. ഈ വീഡിയോ കൂടാതെ സാധാരണ ഓരോ ആൾക്കും തിരിച്ച് പ്രേരിപ്പിക്കുക. എന്നേരത്ത് ശരിയായ പാതയ്ക്ക് നിങ്ങളെ നിർദ്ദേശിക്കുന്ന ജ്ഞാനികൾക്ക് ഈ സന്ദേശം പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിർണായക നിമിഷങ്ങളിൽ ഒരു ഗ്രഹജ്ഞാത വസ്തുതകൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജീവനാധാരമായ ഹോരോസ്കോപ്പ് വായന, നിങ്ങളുടെ വിവാഹയോഗ്യതയും വിപരീതവുമായ വിവാഹ മിശ്രണ പരിശോധന, ഈ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഈ കമന്റ് വിഭാഗത്തിൽ ദയവായി തിരഞ്ഞ് കണ്ടെത്തിയാൽ മതി. എല്ലാ സ്ഥിരതകൾ, എല്ലാ സമാധാനങ്ങൾ, എല്ലാ മാരണ വിളിപ്പുകൾ നിങ്ങൾ അവിടെ പ്രാപ്തമാക്കും. എങ്കിൽ നിങ്ങളുടെ അളവുനിർണ്ണയനത്തിന്റെ നിരപ്പായ നിഴൽ എപ്പോൾ വരും? നിങ്ങളുടെ ജ്ഞാതാഗ്രഹങ്ങളെ സ്പർശിക്കുകയും നിങ്ങളുടെ നിയതിയുടെ ഭാഗഭേദനത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഈ ഇതിഹാസ സന്ദർഭത്തിൽ ഗുരു തെരുവ് വിതരണം ചെയ്യുകയാണ്. ഗുരു നിങ്ങളുടെ മനസ്സിൽ നുഴഞ്ഞ് വിജ്ഞാനത്തിന്റെ പ്രകാശ കീറുകയാണ്. ഗുരു നിങ്ങളുടെ ഭാവിയെ ആ സിദ്ധാന്തമായ പ്രധാരണത്തിൽ വലിയ വിനയത്തിന്റെ മേലേക്ക് കൊണ്ടുപോകുകയാണ്. എന്റെ പ്രിയ മേഡം രാശിക്കാരെ, ഈ നിമിഷം നിങ്ങളുടെ ജീവനിൽ വന്നിരിക്കുന്ന ആ ദുരൂഹ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വസ്ത ബന്ധുക്കളെ പോലും സംശയിക്കേണ്ടി വരുന്ന സമയമാണ് ഇത്. എന്നാൽ എന്റെ പ്രിയ സന്താനേ, ഈ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി നിങ്ങൾ ഭയമുണ്ടാകേണ്ടതില്ല. കാരണം പ്രപഞ്ചത്തിന്റെ ദിവ്യശക്തി നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അനേകം വഴികൾ തുറന്നിരിക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ദിവ്യപ്രതിവിധികൾ. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദൈനംദിന ജീവനിലെ ഓരോ നിമിഷത്തിലും നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കേൾക്കാൻ പഠിച്ചാൽ അതിലും വലിയ സംരക്ഷണം വെറും ഇല്ല. എന്നാലും നിങ്ങളുടെ കർമ്മത്തെ നേരെ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ചില പ്രത്യേക ആചാരങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യമായി നിങ്ങൾ പ്രതിദിനം ഭോരിൽ, അതായത് വിഷ്ണു ദേവതയ്ക്കോ അല്ലെങ്കിൽ സൂര്യനാരായണനോ ജലാഭിഷേകം നടത്തുന്നതിലൂടെ അനാവശ്യ സംഘർഷണങ്ങൾ അകറ്റി നിർത്താൻ കഴിയും. ഈ ഭോര സമയത്ത് നിങ്ങൾ തന്റെ ഇഷ്ടദേവതയുടെ നാമം ജപിച്ചുകൊണ്ട് വെളുപ്പിന്റെ നീരിലേക്ക് നോക്കാവുന്നതാണ്. ഈ ലളിതമായ ദിവ്യപ്രയാസ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധിയും പരിശുദ്ധിയും നൽകും. രണ്ടാമാണ്, നിങ്ങൾ സാധാരണ ബുധനിനെ സഹായകനായി കരുതേണ്ടതാണ്. ബുധൻ നിങ്ങളുടെ ജ്ഞാനഗോത്തിന്റെ സ്വാമി. അതിനാൽ ബുധവാഴ്ചയിൽ നിങ്ങൾ പച്ച നിറത്തിലുള്ള പ്രവാഹങ്ങൾ ധരിക്കുകയോ പച്ച നിറത്തിലുള്ള തിരുമേനി നാടിൽ സന്നിവേശിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ലളിതമായ കാര്യം നിങ്ങളുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുകയും നിങ്ങൾ വിശ്വസ്ത ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. മൂന്നാമാണ്,
നിങ്ങൾ ബുദ്ധിയുടെ നാരായണ സമസ്യ കരുതേണ്ടതാണ്. അതായത്, നിങ്ങൾ എല്ലാ നിർണയങ്ങളും വളരെ ശ്രദ്ധയോടെയും മന്ത്രിത്വത്തോടെയും എടുക്കേണ്ടതാണ്. ഓരോ തീരുമാനവും ന്യായവത്കരിക്കുന്നതിന് മുമ്പായി നിങ്ങൾ 3 ദിവസം കാത്തിരിക്കണം. ഈ കാലാവധിയിൽ നിങ്ങൾ ഉത്തരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തിരയണം. 4 നിങ്ങൾ വ്രതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ്. എങ്കിലും വ്രതങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ച് അത് സാരകമായ കാര്യമാണ്. നിങ്ങൾ ചൊവ്വയുടെ പ്രഭാവത്തെ സൂക്ഷ്മമായി ശാന്തകരാതെ പരിഹരിക്കേണ്ടിയിരിക്കുന്ന ഈ കാലത്ത് ചൊവ്വയ്ക്കും മംഗളനിവാരകത്തിനും കുറച്ച് പ്രാധാന്യം നൽകുന്നതുപോലെ ഗുരുദേവന്റെ മീരാ ജപ് ചെയ്യുന്നത് സാരകമാണ്. 5 നിങ്ങൾ വാർത്താസമയത്ത് സ്വർണത്തെ കൂടുതൽ മൂല്യം നൽകേണ്ടതാണ്. സൂര്യൻ സ്വർണത്തിന്റെ ദൈവം. അതിനാൽ നിങ്ങൾ സൂര്യനെ ബഹുമാനിക്കുന്നതുപോലെ സ്വർണത്തിനെ സാധാരണ ലോഹമായി കരുതരുത്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പൂർവ്വജന്മങ്ങളുടെ സ്വർണ്ണ ആഭരണങ്ങൾ സംരക്ഷിക്കുന്നത് ഗുണകരമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ കരുണാപാത്രമായ മെമുത്രാപ്പിലെ പ്രവാഹങ്ങളെ പുനർജീവിതമാക്കും. ആത്മിക ധൃതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരം അനിയതകൾ പരിഹരിക്കാൻ സദാ ധാർമ്മിക ജീവനയെ പരിജാതകമാക്കേണ്ടതാണ്. നിങ്ങൾ സൃഷ്ടിയുടെ അനങ്ങിനെ സ്വീകരിക്കാൻ പ്രബോധിക്കേണ്ടതാണ്. ഈ സെക്കിൽ നിങ്ങൾ സാർത്ഥകങ്ങളോ ദാരിദ്ര്യമോ ഘോരങ്ങൾ എന്നിവയ്ക്കെതിരെ സദാ ശക്തമായ ആത്മസമർപ്പണം ജാപിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജീവനിലെ തൊഴിലും വ്യവസായവും പരിമിതവും അത്യന്തം പ്രയാസകരവും ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലികളിൽ വ്യാപ്തമായ ബാഹ്യ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാകും. ഈ മോമെന്റിൽ നിങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന ഈ അസത്യമായ ശക്തികൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ വ്യതിയാനങ്ങളല്ല, മറിച്ച് നിങ്ങൾ എങ്കിലും നീതിയുടെ പാതയിൽ നടന്നോ ന്യായങ്ങളെ പൊരുത്തപ്പെടുത്തുവോ എന്നതിന്റെ പരീക്ഷ മാത്രമാണ്. ഈ വിധികരത്തിൽ നിങ്ങളുടെ കാരിയറെ സംബന്ധിച്ച് വിശദമായി പറയേണ്ടതാണ്. ജൂണിന്റെ ആദ്യ 2 ആഴ്ചകൾ നിങ്ങളുടെ തൊഴിലനുഷ്ഠാനത്തിൽ വലിയ വിധികരത്തിന്റെ കാരണമാണ്. നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗികൾ അല്ലെങ്കിൽ സഹകാരികളുടെ വിരോധിതകൾ നിജ്ജരിത ശബ്ദങ്ങളുടെ ഭാഷയിൽ തിരിച്ചടിയാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഗൗരവമായ നഷ്ടമനുഭവിക്കേണ്ടിവരും. അതിനാൽ സൈത്താനിക ശക്തികൾ നിങ്ങളുടെ കുണ്ടചിന്തകളിലെ പ്രകാശത്തെ അനുവദിക്കാതെ പ്രത്യാഘാതം നിരോധിച്ചാലും നിങ്ങൾ പാതയെ സ്തുതിക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യവസായത്തിൽ വളരെ പരിമിത കാലഘട്ടത്തിൽ നിങ്ങൾ പ്രതീക്ഷ കൂടാതെ വരുന്ന നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ വിപത്തുകൾ നിങ്ങളുടെ അവസാനങ്ങൾ നിലനിർത്തി. നമ്മുടെ പ്രിയ മേഡം നക്ഷത്രജാതകരെ, ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെയും ബന്ധങ്ങളുടെയും ആകാശം എത്രയധികം സങ്കീർണമായി നിലകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ശുക്രന്റെ കാരുണ്യവും ശനിയുടെ പരിശോധനയും ഒരേ സമയം നിങ്ങളെ സ്പർശിക്കുകയാണ്. പ്രണയത്തിന്റെ കാര്യമായി സംസാരിക്കുന്നതെങ്കിൽ ഈ 14 ദിവസങ്ങൾ ഒരു നിർണായക കാലഘട്ടമായി നിലകൊള്ളും. നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ പരീക്ഷിതാവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത രൂപപ്പെട്ടിരിക്കുന്നു. ഇത് അപ്രീതിപ്രദമായ കാര്യമല്ലെങ്കിലും ഇത് ആ ബന്ധത്തിന്റെ പരിണാമത്തിനുള്ള സവർണ അവസരമാണ്. ഗുരു നിങ്ങളെ പരിപക്വതയിലേക്കും വിവേകത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുകയാണ്. ജൂൺ ആദ്യ ആഴ്ച സോമവാരത്തെയും ബുധനാഴ്ചയെയും കുറിച്ച് പ്രത്യേകമായി ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് അവർ സത്യത്തിൽ വെളിപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് പീഡാദായകമായ സത്യമായും അതായത് അനുകൂലമായ വിജ്ഞാപനമായും ആകാം. ശനി നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ഭ്രാന്തിയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഈ സത്യത്തിനെതിരെ ആയുധങ്ങൾ കൂട്ടിയോ അതോ അത് സ്വീകരിച്ച് മുന്നോട്ടു പോയോ എന്നത് നിങ്ങളുടെ കർമ്മമായ വാഗ്ദാനത്തെ നിർണയിക്കും. വിവാഹ അല്ലെങ്കിൽ ഗഹന സാക്ഷ്യത്തിന്റെ കാര്യം പരിഗണിച്ചാൽ ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ പെങ്കുലം പരിവർത്തനത്തിനൊരു സുവർണ വാതിൽ തുറക്കാനാണ് സാധ്യത. നിങ്ങൾ നിങ്ങളുടെ സാർത്ഥ ജീവനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടുള്ളതെങ്കിൽ ഈ സമയത്ത് കർത്തൃത്വമായ നിർണയങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ഗ്രഹങ്ങൾ നിങ്ങളെ സങ്കേതം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തിരക്കിൽ ഒന്നും നിരൂപണം ചെയ്യരുത്. ശനിയുടെ ലേഖനമായ ജ്ഞാനീയ പ്രതീക്ഷ പരിപക്വത സാക്ഷാത്കാരത്തിൽ നിങ്ങളെ മാർഗദർശനം നൽകും. പരിവാരവ്യവഹാരത്തിനെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ വിസ്തൃത പരിവാരത്തിൽ ഉണ്ടായ കുറച്ച് അസ്വാരസ്യതാ പരിസ്ഥിതി ഈ കാലഘട്ടത്തിൽ മെല്ലെ തെളിയാൻ സാധ്യത ഉണ്ട്. മാതാപിതാക്കളുടെ അനുയോജ്യത അല്ലെങ്കിൽ സഹോദരത്വത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ പരാമർശനീയമായ പരിവർത്തനം അനുഭവിക്കാനിരിക്കുന്നു. ഇത് ഭീതിപ്പെടുത്തരുത്. ഇതൊരു രൂപാന്തരണ കാലമാണ്. അത് നിങ്ങളുടെ സാമൂഹിക ബിരുദങ്ങളിൽ കൂടുതലായ ആലോചന നിയന്ത്രണം നൽകും. ഈ കാലത്ത് ദ്വിതീയ ത്രിയാത്രിക സ്ഥാനങ്ങൾ ഫലയരായ ഐതിഹ്യ പരിവർത്തനങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുക. വ്യാവൃത്തി, ജലരിതി, അനുരാഗങ്ങൾ ഇത്തരം കാലങ്ങളിൽ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ചെറുതായ ദ്രോഹങ്ങൾ അഥവാ വാക്കോ പ്രവൃത്തിയോ വഴി ബന്ധങ്ങൾ നിങ്ങളെ ബാധ്യതാവിഷയമായി ബാധിക്കാനിരിക്കുന്നു. ഇപ്പോൾ സ്വാസ്ഥ്യത്തിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി മൂളാം. മേടം രാശിയിലുള്ള നിങ്ങൾ സാധാരണയായി ശക്തിമായ ശരീരസൗകര്യത്തിന്റെ ഫലങ്ങൾ ഉപഭോഗിക്കാൻ അഭ്യസ്തരാണ്. എന്നാൽ ഈ സമയത്ത് ശരീരവുമായി ബന്ധപ്പെട്ട മനോലക്ഷണങ്ങൾ അതിരൂപവതായ വിതരണം കാണിച്ചേക്കാം. ദലവേദന, അനിദ്ര, അനാവശ്യ ഉദ്ബോധന, കേന്ദ്രാനുബന്ധമായ അസ്വസ്ഥത ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ സ്പൃശിച്ചേക്കാം. എന്നാൽ ഇതൊരു വിബന്ധനാഭിമാനമായ സാക്ഷ്യമല്ല. അത് നിങ്ങളുടെ നിയന്ത്രണ ബിന്ദുവിലേക്കാണ് സമ്മന്ത്രിതമാകുന്നത്. ഗ്രാസമന്ത്രവീചനം, പ്രകാശധ്യാനം.
അഥവാ നിപുണതായ മാനസിക സിനാകാരണ ചിന്തനങ്ങൾ നിങ്ങളുടെ ആഭ്യന്തരിക സ്ഥിരതയെ പുനഃസ്ഥാപനം നൽകും. വിശ്ലേശ്വരിയായ വാഹനങ്ങൾ, സാധാരണ വ്യായാമം, പ്രകൃതിയുമായി ചെലവുവയ്ക്കുന്ന സമയം ഇത്തരം മാനസിക ക്ലേശങ്ങളിൽ നിർദ്ദിഷ്ട നിവാരണം പ്രദാനം ചെയ്യും. നിങ്ങളുടെ നിദ്രാസമയം നിയന്ത്രിതമാക്കുക, പ്രത്യേകിച്ച് രാത്രിയുടെ ആദ്യ ഭാഗത്തെ വിഷ്ണുസ്മരണയ്ക്കായി സ്ഥാപനം നൽകൂ. കൂദ്ര, സ്വർണലേഖനം, വിദ്യാസ്ഥിരതയ്ക്കുള്ള ക്ഷേത്രസന്നിധി ഇത്തരം കാലങ്ങൾ വളരെ അനുകൂലവും സഹായകവുമാണ്. നിങ്ങളുടെ നിയന്ത്രണ ബലി ഭാഗത്ത് ലഘുരൂപമായ വയ്ക്കുന്ന ബെല്ലി നിരീക്ഷണം നടത്തുക. പാചകാദ്യ ക്ഷേത്രങ്ങളിൽ നിയമിത സന്ദർശനം ഒരു ഉചിതമായ അനുകൂലന നിങ്ങളെ നൽകും. വിദേശ പര്യടന, യാത്രാസാധ്യതാ ലക്ഷണങ്ങൾ, നവീന സൂചനാത്മകത, പ്രത്യാശിത ലാഭങ്ങൾ. നിങ്ങളുടെ നവാഗതാ പരിവർത്തനത്തിൽ ഈ വിഷയങ്ങൾ വിവിധ പ്രതിരൂപത്തോളങ്ങൾ ദ്യുതിമാനമായി കാണപ്പെടുന്നു. ജൂണിന്റെ പ്രദ്വിതീയ സപ്താഹത്തിൽ നിങ്ങൾക്ക് ഒരു നിർണായക സന്തോഷ പ്രതിനിയോഗം ലഭിച്ചേക്കാം. ഒരു വിദേശ വ്യാപാര സൗകര്യം, സ്ഥാന